ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുനരാഖ്യാനം സിപ്പി പള്ളിപ്പുറം, പബ്ലിക്കേഷൻസ് റെഡ് റോസ് പബ്ലിക്കേഷൻസ്. ഇന്ന് ഉൾപ്പെടുത്തുന്ന ഭാഗം കായംകുളം കൊച്ചുണ്ണിയും അകവൂർ ചാത്തൻ എന്നീ ഭാഗങ്ങളാണ്. ഇതിൻ്റെ മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. കായംകുളം കൊച്ചുണ്ണി. പണ്ടൊരു കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിലാണ് കായംകുളം കൊച്ചുണ്ണി പിറന്നത്. കാർത്തികപ്പള്ളി താലൂക്കിലെ കൊറ്റംകുളങ്ങരയായിരുന്നു അവൻ്റെ ജന്മദേശം. കൊച്ചുണ്ണിയുടെ പിതാവ് ഒരു കള്ളനായിരുന്നു. കളവല്ലാതെ മറ്റൊരു വിദ്യയും അയാൾക്കറിയില്ലായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് തക്കവും തരവും നോക്കി കയ്യിൽ കിട്ടുന്നത് മോഷ്ടിക്കും. മോഷണം മുതൽ വിറ്റാണ് അവരുടെ കുടുംബം പുലർന്നിരുന്നത്. മോഷ്ടിക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു. ഈ പട്ടിണിക്കിടയിലാണ് കൊച്ചുണ്ണി പിറന്നു വീണത്. ദാരിദ്ര്യം സഹിച്ച് 10 വയസ്സുവരെ അവൻ ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. അപ്പോഴേക്കും കൊച്ചുണ്ണിയുടെ പിതാവ് വയസ്സനായി കഴിഞ്ഞിരുന്നു. നിവൃത്തിയില്ലായ്മ കൊണ്ട് കൊച്ചുണ്ണിക്ക് പള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിക്കാനും ഭാഗ്യമുണ്ടായില്ല. മുന്നിൽ ഒരു പോംവഴിയും കാണാതായപ്പോൾ കൊച്ചുണ്ണി ഒരു ദിവസം നാടുവിട്ടു. വളരെ ദൂരം നടന്ന് തളർന്ന് അവൻ എത്തിച്ചേർന്നത് ഏവൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന പാവം കൊച്ചുണ്ണി വീട്ടുകാരനോട് പറഞ്ഞു, "തിരുമേനി, ഞാൻ അങ്ങ് ദൂരെ നിന്ന് വരികയാണ്. ഞാനൊരു മുസ്ലിം ബാലനാണ്. വിശന്നിട്ട് കണ്ണും തലയും ചുറ്റുന്നു. എന്തെങ്കിലും തിന്നാൻ തരണം." ദയാലുവായ ആ ബ്രാഹ്മണൻ അവന് വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടതൊക്കെ കൊടുത്തു. ബ്രാഹ്മണൻ സ്വന്തമായി ഒരു കട നടത്തുന്ന ആളായിരുന്നു. ചുറുചുറുക്കുള്ള ആ കൊച്ചു പയ്യനെ തൻ്റെ കടയിൽ സഹായിയായി നിർത്തുന്നത് നന്നായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. ബ്രാഹ്മണൻ കൊച്ചുണ്ണിയെ തൻ്റെ കടയിൽ നിർത്തി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ അയാളുടെ വിശ്വസ്ത തോഴനായി മാറി. ഒരിക്കൽ കൊച്ചുണ്ണിയും ബ്രാഹ്മണനും കൂടി പലചരക്കു സാധനങ്ങൾ കൊണ്ടുവരാൻ തോണിയിൽ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടു. സാധനങ്ങളും കയറ്റി പോരുമ്പോൾ വലിയ കാറും കോളും ഉണ്ടായി. തോണി നിയന്ത്രിക്കുന്നതിൽ തോണിക്കാരൻ പരാജയപ്പെട്ടു. തോണി മുങ്ങി തൻ്റെ കഥ തീരുകയാണെന്ന് ബ്രാഹ്മണൻ കണക്കുകൂട്ടി. പെട്ടെന്ന് കൊച്ചുണ്ണി തോണിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അവൻ തുഴ കയ്യിലെടുത്ത് ധൈര്യപൂർവ്വം തോണി തുഴയാൻ തുടങ്ങി. ഏതാനും സമയത്തിനുള്ളിൽ അവൻ ചരക്ക് തോണി കരയ്ക്കടുപ്പിച്ചു. ബ്രാഹ്മണനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. അയാൾ കൊച്ചുണ്ണിയെ നെഞ്ചോട് ചേർത്ത് ലാളിച്ചു. വിശ്വസ്തനായ അവന് അദ്ദേഹം മാസം തോറും നല്ലൊരു തുക ശമ്പളമായി നൽകാനും തീരുമാനിച്ചു. അവനെ അദ്ദേഹം ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചു. ഇതിനിടയിലാണ് കായംകുളത്ത് പേരുകേട്ട അഭ്യാസിയായ ഒരു തങ്ങൾ എത്തിച്ചേർന്നത്. ചെറുപ്പക്കാരെ ആയുധാഭ്യാസം പരിശീലിപ്പിക്കാനായി അയാൾ അവിടെ ഒരു കളരി ആരംഭിച്ചു. ഇതറിഞ്ഞ കൊച്ചുണ്ണി ഒരു ദിവസം തങ്ങളെ കാണാനെത്തി. അവൻ പറഞ്ഞു, "എൻ്റെ പേര് കൊച്ചുണ്ണി. എൻ്റെ ബാപ്പച്ചി ഒരു കള്ളനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ രോഗിയായി വീട്ടിൽ കിടപ്പാണ്. ഞാനിവിടെ ഒരു ബ്രാഹ്മണൻ്റെ കടയിൽ സഹായിയായി ജോലി ചെയ്യുന്നുണ്ട്. ഒഴിവുപോലെ ഞാൻ വരാം. പറ്റുന്ന വിദ്യകൾ അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം." അവൻ തങ്ങളുടെ കാലു തൊട്ട് വണങ്ങി. പക്ഷേ അയാൾ അവനോട് യാതൊരു കരുണയും കാണിച്ചില്ല. "ഇല്ല, കള്ളൻ്റെ മകനെ ആയുധവിദ്യ പഠിപ്പിക്കാൻ ഞമ്മളില്ല. വെക്കം വന്ന വഴിയെ പൊയ്ക്കോളിൻ." തങ്ങൾ കൊച്ചുണ്ണിയെ ആട്ടിപ്പറഞ്ഞയച്ചു. എങ്കിലും കൊച്ചുണ്ണി അയാളെ മനസ്സിൽ ഗുരുവായി സ്വീകരിച്ചു. മരക്കൊമ്പിൽ പതുങ്ങിയിരുന്നതും കളരിക്ക് പിന്നിൽ മറഞ്ഞിരുന്നും അവൻ കഴിയുന്നത്ര അഭ്യാസമുറകൾ പരിശീലിച്ചു. അഭ്യാസമുറകൾ മാത്രമല്ല, ജാലവിദ്യയും കൺകെട്ട് വിദ്യയും ഒക്കെ അവൻ വശമാക്കി. പക്ഷേ ഈ വിവരമൊന്നും അവൻ ബ്രാഹ്മണനെ അറിയിച്ചിരുന്നില്ല.
ഒരിക്കൽ ഈ വിവരങ്ങളെല്ലാം എങ്ങനെയോ ബ്രാഹ്മണൻ അറിയാനിടയായി. തന്നിൽ നിന്ന് കൊച്ചുണ്ണി ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ചത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. ഈ അവസരത്തിൽ തന്നെയാണ് കൊച്ചുണ്ണി അനുവാദം കൂടാതെ ഇല്ലത്തിൻ്റെ പടിപ്പുര ചാടിക്കടന്ന് അകത്ത് പത്തായത്തിൽ സൂക്ഷിച്ചിരുന്ന കുറേ ശർക്കര എടുത്ത് അമ്പലത്തിലെ കഴകക്കാരന് കൊടുത്തത്. ഇതുകൂടി അറിഞ്ഞതോടെ ബ്രാഹ്മണൻ്റെ മട്ടും ഭാവവും മാറി. അയാൾ പറഞ്ഞു, കൊച്ചുണ്ണി, നമുക്കിവിടെ വെച്ച് പിരിയുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മുടെ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഇനി പിരിഞ്ഞു പൊയ്ക്കോളൂ. ബ്രാഹ്മണൻ 1000 പണം പ്രതിഫലം കൊടുത്ത് നിർബന്ധപൂർവം അവനെ കടയിൽ നിന്ന് പിരിച്ചയച്ചു. അപ്പോൾ കൊച്ചുണ്ണിക്ക് 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വീട്ടിലെത്തിയ കൊച്ചുണ്ണിക്ക് ചുറ്റും നിരവധി പ്രശ്നങ്ങളായിരുന്നു. രോഗിയായി തളർന്നു കിടക്കുന്ന ബാപ്പച്ചി, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പൊരിഞ്ഞ വയറോടെ കാത്തിരിക്കുന്ന ഉമ്മ, വിശപ്പ് സഹിക്കാനാവാതെ കേഴുന്ന സഹോദരങ്ങൾ. അവരെ പോറ്റാനും വളർത്താനും കൊച്ചുണ്ണിയുടെ മുന്നിൽ ഒറ്റ പോംവഴിയേ ഉണ്ടായിരുന്നുള്ളൂ: മോഷണം. പിന്നെ അവൻ കൂടുതൽ ചിന്തിച്ചില്ല. നാട്ടിലും അയൽ നാടുകളിലുമുള്ള വലിയ വലിയ ജന്മികളുടെയും പണക്കാരുടെയും വീടുകളിൽ കടന്ന് വസ്തുവകകൾ മോഷ്ടിക്കാൻ തുടങ്ങി. താമസിയാതെ കൊച്ചുണ്ണി ഏതാനും ചങ്ങാതിമാരെ സംഘടിപ്പിച്ച് ഒരു തസ്കര സംഘത്തിന് രൂപം നൽകി. കായംകുളത്തും പരിസരത്തുമുള്ള ഏതാനും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത്. മോഷണ വസ്തുക്കൾ അവൻ സ്വന്തമാക്കുകയല്ല ചെയ്തത്. ആവശ്യത്തിനുള്ളത് മാത്രമെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അവൻ പട്ടിണിപ്പാവങ്ങൾക്കും രോഗികൾക്കുമെല്ലാം പങ്കിട്ടു കൊടുത്തു. പാവങ്ങളെ ശല്യപ്പെടുത്തുന്ന മുതലാളിമാരെയും തമ്പ്രാക്കന്മാരെയും കൊള്ള ലാഭക്കാരെയും കൊച്ചുണ്ണി കിടുകിടാ വിറപ്പിച്ചു. പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ദരിദ്ര കുടുംബങ്ങളിലേക്ക് പൊൻപണ്ടങ്ങളും പണസഞ്ചിയുമായി കൊച്ചുണ്ണി കടന്നുവന്നു. എന്തിനു പറയുന്നു, നാട്ടിലെ ദാരിദ്ര്യവാസികളുടെ കൺകണ്ട ദൈവമായി അവൻ മാറി. കൊച്ചുണ്ണിയുടെ ഇത്തരത്തിലുള്ള വളർച്ചയും കവർച്ചയും അതിക്രമങ്ങളും പിടിച്ചുപറിയുമൊക്കെ രാജാവിന് തലവേദനയായി. അവനെ പിടികൂടാൻ ഭരണാധികാരികൾ പഠിച്ച പണി 18 പയറ്റി. ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ രാജാവ് അവനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു. എന്നിട്ടും 18 കൊല്ലം അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അവൻ പിടികിട്ടാ പുള്ളിയായി ഒളിവിലും തെളിവിലും കഴിഞ്ഞുകൂടി. ഈ അവസരത്തിലാണ് സർ മാധവരായർ തിരുവിതാംകൂർ ദിവാനായി സ്ഥാനമേറ്റത്. അതീവ ബുദ്ധിശാലിയും തന്ത്രശാലിയുമായ മാധവരായർ കൊച്ചുണ്ണിയെ പിടികൂടാൻ പലതരത്തിലുള്ള കെണികൾ ഒരുക്കി. കാർത്തികപ്പള്ളി തഹസിൽദാരായിരുന്ന കുഞ്ഞുപണിക്കരെയും അദ്ദേഹം തന്നോടൊപ്പം കൂട്ടി. അയാളും ചില തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. കൊച്ചുണ്ണിയുമായി പിണങ്ങിപ്പോന്ന ചിലരെ അയാൾ കയ്യിലെടുത്തു. അവരുടെ സഹായത്തോടെ ചില ലഹരി വസ്തുക്കൾ കൊടുത്ത് മയക്കിയ ശേഷം പോലീസും പട്ടാളവും ചേർന്ന് കൊച്ചുണ്ണിയെ പിടികൂടി. താമസിയാതെ അവർ അയാളെ കാർത്തികപ്പള്ളിയിലെ ഒരു തടവറയിൽ അടച്ചു. പിറ്റേന്നു തന്നെ വലിയ പട്ടാള സന്നാഹത്തോടെ അധികാരികൾ കൊച്ചുണ്ണിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 91 ദിവസം അയാൾ ജയിലറയിൽ കിടന്നു. ഇതിനിടെ കൊച്ചുണ്ണിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിസ്താരം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിസ്താരം പൂർത്തിയാകും മുമ്പേ 1859 കൊച്ചുണ്ണി ജയിൽ മുറിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചുവെന്ന് കരുതപ്പെടുന്നു. അടുത്ത ഭാഗം അകവൂർ ചാത്തൻ. പെരിയാറിൻ്റെ തീരത്തുള്ള അകവൂർ മനക്കിലെ കാര്യസ്ഥനായിരുന്നു അകവൂർ ചാത്തൻ. വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രഭാതത്തിൽ അകവൂർ മനക്കിലെ തലപ്പുലയൻ തൂമ്പയുമായി പറമ്പ് കിളയ്ക്കാനിറങ്ങി. അപ്പോഴാണ് വളപ്പിലെ ആലിൻ ചുവട്ടിൽ കിടന്ന് കരയുന്ന ഒരു ചോര കുഞ്ഞിനെ കണ്ടത്. പച്ചപ്പട്ടിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് തലപ്പുലയൻ ഒരു നിമിഷം നടുങ്ങി നിന്നു. പിന്നെ എന്തോ ചിന്തിച്ചിട്ടെന്ന പോലെ അദ്ദേഹം മനക്കലെ വല്യമ്പ്രാൻ്റെ പക്കലേക്ക് ഓടിച്ചെന്നു. തമ്പ്രാ, അതാ നമ്മുടെ ആലും ചോട്ടിൽ ഒരു കുഞ്ഞ് പൈതൽ കിടന്ന് കരയണ്.
വെക്കം വാ. കേട്ടപാടെ വല്യമ്പ്രാൻ അവിടേക്ക് ഓടിച്ചെന്നു. ചോര കുഞ്ഞിനെ കണ്ട് അദ്ദേഹവും അതിശയിച്ചു നിന്നു. അദ്ദേഹം തലപ്പുലയനോട് പറഞ്ഞു, തലപ്പുലയാ, കുഞ്ഞുങ്ങളില്ലാത്ത തനിക്കും ചെറുമിക്കും വേണ്ടി കാളിയമ്മ കൊണ്ടുവന്നിട്ട ചെറു പൈതലാ ഇത്. ഒട്ടും ശങ്കിക്കേണ്ട, കയ്യിലെടുത്തോളൂ. തലപ്പുലയൻ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടടുക്കി പിടിച്ചു. അത് കണ്ട് സന്തുഷ്ടനായ വല്യമ്പ്രാൻ പറഞ്ഞു, മാടത്തിൽ കൊണ്ടുപോയി പോറ്റിക്കോളൂ. വളർന്നു വരുമ്പോൾ അവൻ ഈ അകവൂർ മനയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാകും. വല്യമ്പ്രാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. തലപ്പുലയനും പുലയിയും കൂടി ചാത്തൻ എന്നു പേരിട്ട് ആ കുഞ്ഞിനെ താഴത്തും തലയിലും വയ്ക്കാതെ ഓമനിച്ചു വളർത്തി. വളർന്നത് പുലയൻ്റെ മാടത്തിലാണെങ്കിലും അവൻ സദാസമയവും അകവൂർ മനയുടെ അകത്തും പുറത്തുമുണ്ടായിരുന്നു. തല മുതിർന്നപ്പോൾ അവൻ മനക്കിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ദേശാടകരായ വരരുചിയും പഞ്ചമിയും മനക്കലെ വളപ്പിൽ ഉപേക്ഷിച്ചു പോയ സ്വന്തം പുത്രനായിരുന്നു ആ കുട്ടി. കാലക്രമത്തിൽ ചാത്തൻ മനയിലുള്ളവർക്കും കരക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനായി. മനയുടെ സ്വന്തം അകവൂർ ചാത്തനായിട്ടാണ് പിൽക്കാലത്ത് അയാൾ അറിയപ്പെടുന്നത്. അകവൂർ മനക്കിലെ തമ്പ്രാൻ്റെ ഏറ്റവും വിശ്വസ്തനായി തീർന്നു അകവൂർ ചാത്തൻ. തികഞ്ഞ ഈശ്വരഭക്തനായിരുന്നെങ്കിലും അദ്ദേഹം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അങ്ങേയറ്റം എതിർത്തു. വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെയും അദ്ദേഹം വെറുത്തു. അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഒരെണ്ണം ഇവിടെ സൂചിപ്പിക്കാം. അകവൂർ മനയിലെ പ്രധാനിയായ ഒരു നമ്പൂരിയച്ഛൻ ഒരിക്കൽ ഗംഗാസ്നാനം ചെയ്യാൻ പുറപ്പെട്ടു. താൻ ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പാപം കഴുകിക്കളയുക എന്നതായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശ്യം. പോകുമ്പോൾ ചാത്തനെയും കൂടെ കൂട്ടിയിരുന്നു. നമ്പൂരിയച്ഛൻ്റെ ഈ ഗൂഢോദ്ദേശ്യം ചാത്തൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കയ്പുള്ള ഒരു ചുരക്ക പറിച്ചെടുത്ത് തൻ്റെ ഭാണ്ഡത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് അയാൾ പുറപ്പെട്ടത്. നമ്പൂരിയച്ഛൻ ഗംഗയിലെ ഓരോ തീർത്ഥസ്ഥാനത്ത് മുങ്ങുമ്പോഴും ചാത്തൻ തൻ്റെ കയ്യിലുള്ള ചുരക്ക അതാതിടത്തെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ തീർത്ഥത്തിൽ മുങ്ങാൻ ചാത്തൻ ഒരു താല്പര്യവും കാണിച്ചതുമില്ല. നമ്പൂരിയച്ഛനും ചാത്തനും തീർത്ഥാടനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. തൻ്റെ പാപങ്ങളെല്ലാം പൂർണ്ണമായും കഴുകപ്പെട്ടു എന്ന വിശ്വാസമാണ് നമ്പൂരിയച്ഛനുണ്ടായിരുന്നത്. അദ്ദേഹം അതോർത്ത് കൂടുതൽ സന്തോഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ദിവസം നമ്പൂരിയച്ഛൻ്റെ സഹധർമ്മിണിയായ അന്തർജനം കുറച്ച് ചുരക്കാക്കറി ഉണ്ടാക്കി ഊണിന് വിളമ്പി. കറി കൂട്ടിയ നമ്പൂരിയച്ഛൻ വളരെ ദേഷ്യപ്പെട്ട് അന്തർജനത്തോട് തട്ടിക്കയറി. ഛേ, എന്തിനു കൊള്ളാം തൻ്റെ ചുരക്കാക്കറി, കഴിച്ചിട്ട് വായിൽ വയ്ക്കാനേ കൊള്ളില്ല. അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അങ്ങയുടെ വിശ്വസ്തനായ ചാത്തനല്ലേ ചുരക്ക അരിഞ്ഞു തന്നത്. അന്തർജനവും വിട്ടുകൊടുത്തില്ല. അത് കേട്ട ഉടനെ നമ്പൂരിയച്ഛൻ നേരെ ചാത്തൻ്റെ സമീപത്തെത്തി. എന്താ ചാത്ത, ഈ ചുരക്കാക്കറിക്ക് ഇത്ര വലിയ കയ്പ്? നമ്പൂരിയച്ഛൻ ചോദിച്ചു. കയ്പോ? ഈ ചുരക്ക ഞാൻ താങ്കൾ മുങ്ങിയ തീർത്ഥങ്ങളിലെല്ലാം മുക്കിയെടുത്തു കൊണ്ടുവന്നതാണ്. എന്നിട്ടും ഇതിൻ്റെ കയ്പ് പോയില്ലെന്നോ? ചാത്തൻ ഒന്നും മനസ്സിലാകാത്ത മാതിരി അഭിനയിച്ചു. ഇത് കേട്ടതോടെ നമ്പൂരിയച്ഛന് കാര്യം മനസ്സിലായി. പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങി കുളിച്ചതുകൊണ്ട് മാത്രം അവനവൻ്റെ പാപങ്ങൾ ഒഴിഞ്ഞു പോകില്ലെന്ന യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിഞ്ഞു. അപ്പോഴിനി നോം എന്താ ചെയ്യേണ്ടത് ചാത്ത? പാപം നമ്മെ വിട്ടുപോയിട്ടില്ലല്ലോ. നമ്പൂരിയച്ഛൻ ചാത്തൻ്റെ നേരെ നോക്കി. അപ്പോൾ ചാത്തൻ പറഞ്ഞു, തിരുമേനി, അങ്ങ് ആരോടാണോ തെറ്റു ചെയ്തത് അയാളുടെ ഒരു ഇരുമ്പ് പ്രതിമയുണ്ടാക്കണം. ആ പ്രതിമ നന്നായി ചുട്ടുപഴുപ്പിച്ച ശേഷം അതിനെ മാറോട് ചേർത്ത് പിടിക്കണം. അതോടെ എല്ലാ പാപങ്ങളും തീരും. ചാത്തൻ്റെ വാക്കുകൾക്ക് അതേപടി വില കൽപ്പിച്ചിരുന്ന നമ്പൂരിയച്ഛൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വലിയ ഇരുമ്പ് പ്രതിമയുണ്ടാക്കി ചുട്ടുപഴുപ്പിക്കാൻ തുടങ്ങി. ചുട്ടുപഴുത്ത പ്രതിമയിൽ നമ്പൂരിയച്ഛൻ കെട്ടിപ്പിടിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട്
ഇതിനകം ധാരാളം ആളുകൾ അവിടെ തടിച്ചുകൂടി കഴിഞ്ഞിരുന്നു. പ്രതിമ ചുട്ടുപഴുത്തതോടെ നമ്പൂര്യച്ചൻ ധ്യാനനിരതനായി അതിനെ കെട്ടിപ്പിടിക്കാൻ മുന്നോട്ടെടുത്തു. പെട്ടെന്ന് ചാത്തൻ നടുവിൽ ചാടി വീണ് അദ്ദേഹത്തെ തടഞ്ഞു. "മതി തിരുമേനി, മതി. ഇത്രത്തോളം ചെയ്തപ്പോൾ തന്നെ അങ്ങയുടെ പാപമെല്ലാം ഒലിച്ചുപോയി. ഇപ്പോൾ അങ്ങ് ഒരു നല്ല മനുഷ്യനായിരിക്കുന്നു." അത് കേട്ടതോടെ നമ്പൂര്യച്ചൻ ഏറെ സന്തുഷ്ടനായി. പാപമോചിതനായ അയാൾ പിന്നീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ചാത്തനും മാടൻ പോത്തും തൊട്ടുള്ള ഭാഗം വായിച്ചത് കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.